ഹലോ ഗൈസ്, വെൽക്കം ടു ക്വസ്റ്റ്യൻ ടൈം. സോ അങ്ങനെ ഫൈനലായിട്ട് നമ്മുടെ മാഡം വെബ് മൂവി റിലീസായി. എല്ലാവരും കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ മൂവി എങ്ങനെയുണ്ട്, കൊള്ളാമോ, മൊത്തം നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്തേക്കാം. സോ നേരെ വീഡിയോട്ട് തുടങ്ങാം. സോ ഒരു മൂവി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു വേസ്റ്റ് മൂവി. ഞാനൊരു പ്രതീക്ഷിച്ച് തന്നെ ഈ പടം വേസ്റ്റ് ആയിരിക്കുമെന്ന്, അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ സംഭവിച്ചു. പടം ഭയങ്കര മോശം പടം. സോ ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, സോ മോർബിയസ് ഇതിനേക്കാളും കൊള്ളാൻ തോന്നിപ്പോയി. കാരണം അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു പടമാണ് കേട്ടോ. ഈ പടത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ പോസിറ്റീവായിട്ട് ഒന്നും പറയാൻ തോന്നുന്നില്ല. അങ്ങനെയാണ് ഈ പടം ചെയ്തു വെച്ചിട്ടുള്ളത്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ സ്പൈഡർമാൻ ഫാൻസിനെ തന്നെ കളിയാക്കുന്ന രീതിയിലാണ് ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നമ്മളെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ പടം ചെയ്തു വെച്ചിരുന്നത്. കാരണം ഈ സോണിയുടെ കൈവച്ചാണ് സ്പൈഡർമാൻ്റെ റൈറ്റ്സ് ഉള്ളത്. അവർ വിചാരിച്ച സ്പൈഡർമാൻ എന്ന ആ ഒരു ക്യാരക്ടറിനെ ഈ മൂവി കൊണ്ടുവരായിരുന്നു. ഈവൻ സ്പൈഡർമാൻ എന്ന പേര് പോലും ഈ പടത്തിൽ പറയുന്നില്ല. എന്തോ സ്പൈഡർ പീപ്പിൾസ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഈ പടത്തിൽ അവർ കാണിക്കുന്നുണ്ട്. അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് അവർക്ക് മാത്രമേ അറിയൂ. കാരണം ആർക്കും ഒരു പിടിയും കിട്ടില്ല. ഈ സ്പൈഡർമാനെ പറ്റിയൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് പോലും, കോമിക്സ് വായിച്ച ആൾക്കാർക്ക് പോലും ഇതിൽ അവരെന്താണ് ഉദ്ദേശിച്ചതിന് ഒരു ഐഡിയയും കിട്ടില്ല. അങ്ങനെയാണ് ഈ പടം ചെയ്തു വെച്ചിട്ടുള്ളത്. സോ ഒരു മൂവിയിലെ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മാഡം വെബ്, അതായത് കസാൻഡ്ര വെബ് എന്ന ക്യാരക്ടറിൻ്റെ ഒരു ഓറിജിനാണ് അവർ പറയുന്നത്. പക്ഷേ ആ ഓറിജിൻ എന്ന് പറയുന്നത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മളെ കോമിക്സിലൊന്നും വായിക്കാത്ത ഒരു പുതിയ ഓറിജിനാണ് ഈ മൂവിയിൽ അവർ കൊടുത്തിട്ടുള്ളത്. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം കോമിക്സിൽ ആൾറെഡി ഈ ക്യാരക്ടറിൻ്റെ ഓറിജിൻ സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് തന്നെ ഇങ്ങോട്ട് ലൈവ് ആക്ഷനിൽ അഡാപ്റ്റ് ചെയ്താൽ മതി. ബട്ട് അതും ചെയ്യൂല. ഇവന്മാർ ഇഷ്ടത്തിന് ഇവന്മാർ എന്തൊക്കെയോ പുതിയതായിട്ട് കാണിച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവന്മാർ ഈ ഗൂഗിളിൽ ചെന്ന് മാഡം വെബ് എന്ന് സെർച്ച് ചെയ്തിട്ട് അത് നോക്കി ചെയ്തെന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ അവർ ഈ മൂവിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് എന്തിനെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ ഈ പടം വന്ന് ആൾറെഡി ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. നല്ല ലാഗ് ഉണ്ട് ഈ പടത്തിൽ. അതുമാത്രമല്ല, ഈ പടം കാണുന്ന സമയത്ത് നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു ഇൻട്രസ്റ്റും തോന്നൂല. അങ്ങനെയാണ് ഈ പടം ചെയ്തു വെച്ചിട്ടുണ്ട്. ആക്ഷൻസ് ഒന്നും ഇല്ല, എന്താ പറയുക. പിന്നെ ആക്ടിങ്ങിൻ്റെ കാര്യമൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഇതിൽ വന്ന് നമ്മുടെ ഡക്കാട്ട ജോൺസനാണ് ഒരു മെയിൻ ക്യാരക്ടറായിട്ടുള്ളത്. സോ ഡക്കാട്ടയുടെ പെർഫോമൻസൊക്കെ ഭയങ്കര, എന്താ പറയുക, ഒരുപാട് സീരിയൽ പോലെ ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എല്ലാവരും ആക്ടിങ്ങും മറ്റേ ഹിന്ദി സീരിയൽ പെർഫോമൻസ് പോലെ തന്നെ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് മോശം ആക്ടിങ് പെർഫോമൻസ് ആയിരുന്നു എല്ലാവരെയും. എനിക്ക് ആരെയും ആക്ടിങ് സൂപ്പറായിട്ടൊന്നും തോന്നിയില്ല. എല്ലാവരും ഒരുമാതിരി സീരിയൽ പെർഫോമൻസ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിലെ വില്ലൻ എസിക്കൽ സിംസ് എന്നൊരു ക്യാരക്ടറാണ് ഇതിൽ വില്ലനായിട്ട് വന്നിട്ടുള്ളത്. സോ ആ ഒരു ക്യാരക്ടറിന് സ്പൈഡർമാൻ്റെ പവേഴ്സൊക്കെ ഉണ്ട്. ബട്ട് എന്നാലും വൺ കോമഡി ഭയങ്കര വീക്ക്. കാരണം ഇവന് സ്പൈഡർമാൻ്റെ പവേഴ്സ് ഉണ്ട്, എന്നിട്ട് ഇവന് ഈ പെണ്ണുങ്ങളെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അതായത് ഈ പെണ്ണുങ്ങൾക്ക് ആ സമയം പവറേ ഇല്ല. ഇവർ നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ പോലെ ഇവന് സ്പൈഡർമാൻ്റെ പവേഴ്സ് വെച്ചിട്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. അവനെ ഇവർ ഡിഫീറ്റ് ചെയ്ത്. എങ്ങനെയാണ് ഇത്, നീയൊക്കെ പോയി ചാവട എന്ന് പറയും പോലെയാണ് ഉള്ളത്. കാരണം അമ്മാതിരി ഒരു വീക്കായിട്ടുള്ള ഒരു വേസ്റ്റ് വില്ലനാണ് ഈ മൂവിയിലുള്ളത്. പിന്നെ ആൾറെഡി പടത്തിൻ്റെ ക്വാളിറ്റി ആയാലും അതൊക്കെ ഭയങ്കര മോശമായിരുന്നു. കൂടാതെ എന്താ പറയുക, പടത്തിലെ VFX CG ഒക്കെ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റും. ഭയങ്കര സൂപ്പറായിട്ടൊന്നുമില്ല. സോ ആൾറെഡി പടം വന്ന് ഭയങ്കര ഒരു ബോറായിട്ടുള്ളൊരു മൂവിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു സോണി ചുമ്മാ എന്തോ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഇവന്മാരുടെ കയ്യിൽ സ്പൈഡർമാൻ്റെ റൈറ്റ്സ് ഉണ്ട്. ഇവന്മാർക്ക് വിചാരിച്ച സ്പൈഡർമാനെയൊക്കെ വെച്ച് മാഡം വെബിനെയൊക്കെ കണക്ട് ചെയ്ത് സൂപ്പറായിട്ട് കോമിക്സിലുള്ള പോലെ ചെയ്യാനാണ്. ബട്ട് അങ്ങനെയൊന്നും ചെയ്യാതെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് എനിക്ക് പിടികിട്ടത്. കാരണം ഇവന്മാർ എന്തിനാണ് ആലോചിച്ച് നോക്കുക, സ്പൈഡർമാനെ കൊണ്ടുവരേണ്ട പടത്തിൽ സ്പൈഡർമാൻ ഇല്ലാതെ ചെയ്തു വെച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നാളെ സോണി ഇനി സ്പൈഡർവേഴ്സ് ചെയ്യുകയാണെങ്കിൽ സ്പൈഡർമാൻ ഇല്ലാതെ സ്പൈഡർവേഴ്സ് വേണമെങ്കിൽ ഇവന്മാർ ചെയ്യും. അങ്ങനത്തെ ആൾക്കാരാണ് ഇവന്മാർ. സോ എന്തിനാണ് സ്പൈഡർമാൻ യൂസ് ചെയ്യാത്തതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. കാരണം നിങ്ങളെ കയ്യിലാണ് റൈറ്റ്സ് ഉള്ളത്. നിങ്ങൾ യൂസ് ചെയ്യാതെ പിന്നെ വേറെ ആര് യൂസ് ചെയ്യും? സോ ഇവന്മാർക്ക് ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്ന എനിക്ക് തോന്നില്ല കേട്ടോ. ഇതോടെ സോണി നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ല, ഇനി വെനം 3 വരാനുണ്ട്, ക്രേവ് ദ ഹണ്ടർ വരാനുണ്ട്, പിന്നെ എൽ മുരുട്ടോ എന്ന ഒരു പടം വരാനുണ്ട്, പിന്നെ നമ്മുടെ മിസ്റ്റീരിയക്കും ഡോക്ടർ ഒക്ടോവിയസിൻ്റെ ഒരു മൂവി കൊടുക്കാൻ പോകുന്നതൊക്കെ പറയുന്നതാണ്. അപ്പം അതൊക്കെ ഇനി എന്താവുമെന്ന് കണ്ടറിയാം. എന്തായാലും മാഡം വെബ് എന്ന് പറഞ്ഞ മൂവി ഭയങ്കര മോശം പടമാണ്. ഇത് OTT വന്നാൽ കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്. തിയേറ്ററിൽ പോയി കാണുന്നതിനേക്കാളും നല്ലത് OTT വരുമ്പോൾ കാണുന്നതിന് ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ അതുകൊണ്ട് മൂവി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭയങ്കര മോശമായിട്ടുള്ള പടമാണ് കേട്ടോ. ഫസ്റ്റ് മൂവിയാണ്. ഇപ്പോൾ മൂവി ആൾറെഡി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണിക്കുക മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ ഗൈസ്.